ओम हरे नमो कृष्णा प्रभु जी। भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഭഗവാൻ ശ്രീ നരസിംഹദേവൻ്റെ ആവിർഭാവതിഥിയാണ്, നരസിംഹ ജയന്തിയാണ് ഇന്നത്തെ ദിവസം. ഭഗവാൻ ശ്രീ നരസിംഹദേവൻ പ്രഹ്ലാദിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഇന്ന്. ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ദിവസത്തിൽ. ഭഗവാന്റെ ആവിർഭാവം ഏത് തിഥിയാണെങ്കിലും, ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണെങ്കിലും, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നവമിയാണെങ്കിലും, രാമനവമിയാണെങ്കിലും, ശ്രീമതി രാധാറാണിയുടെ രാധാഷ്ടമിയാണെങ്കിലും, അതേപോലെ തന്നെ ശ്രീ നരസിംഹദേവൻ്റെ ചതുർദശി, ഇന്ന് ചതുർദശിയാണ്. അതേപോലെ വരാഹദേവൻ്റെ ആവിർഭാവമാണെങ്കിലും ഇതെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാന്റെ ആവിർഭാവ തിഥികളൊക്കെ ആഘോഷിക്കുന്നതും അന്നത്തെ ദിവസം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും, പ്രത്യേകിച്ചും ആ അവതാരത്തെക്കുറിച്ച് കേൾക്കുന്നത് വളരെ 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 ശക്തി നമുക്ക് തരുന്നു ഭക്തിയിൽ മുന്നോട്ട് പോകാൻ. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ തിഥികൾക്കൊക്കെ. ശാസ്ത്രങ്ങൾ പറയുന്നു, ഇങ്ങനെയുള്ള തിഥികൾ, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആവട്ടെ, ഇതുപോലെ രാമനവമി ആവട്ടെ, ഇന്നത്തെ ദിവസമാവട്ടെ, ഇതെല്ലാം ഈ തിഥികളിൽ ഈ ദേവൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഏത് അവതാരമാണോ ആ അവതാരത്തിൻ്റെ പൂർണ്ണ ശക്തിയും പരിപൂർണമായിട്ടുള്ള ശക്തിയും ഈ ദിവസത്തിനുണ്ട്, ഈ തിഥിക്കുണ്ടെന്ന് പറയുന്നു. അതാണ് പ്രത്യേകത. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ആ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നതിൽ ഒരുപാട് മഹാത്മ്യമുണ്ട്. കേൾക്കുന്നവർക്ക്, ഭഗവാനെക്കുറിച്ച് ഇന്നത്തെ ദിവസം ആ അവതാരത്തെക്കുറിച്ച് കേൾക്കുന്നത് ശ്രീമദ് ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും എവിടെയാണോ പറയുന്നത് ആ പുരാണങ്ങളിൽ നിന്ന്, ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മൾ അതെല്ലാം വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ
വളരെ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ തിഥി ഭഗവാൻ നരസിംഹദേവൻ്റെ തിഥിയാണ് ഇന്ന്. അതുകൊണ്ട് നരസിംഹദേവൻ്റെ എല്ലാ ശക്തിയും പൊട്ടൻസിയും ഈ തിഥിയിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ നരസിംഹദേവനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ തിഥി ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ശക്തിയും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ ഒരു അനുഗ്രഹമാണ് നമുക്ക് വരുന്നത്. എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, എന്നും ഭഗവാനെ ഓർക്കാം, എന്നും ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നരസിംഹദേവനാവട്ടെ, കൃഷ്ണനാവട്ടെ, ശ്രീരാമനാവട്ടെ, എന്നും ചർച്ച ചെയ്യേണ്ടതാണ് ഭഗവാനെക്കുറിച്ച്. വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം എന്നുള്ളതല്ല. എന്നാൽ പർട്ടിക്കുലർലി അന്നത്തെ ദിവസം അവരുടെ അവതാരം നടന്ന ദിവസം അതിന് പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഒരുപാട് മടങ്ങ് പവർഫുള്ളായിരിക്കും, ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നമ്മുടെ ഭാഗ്യമാണ്. ഒന്ന്, ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ സത്സംഗം നടക്കുന്ന ദിവസമാണ്. രണ്ടാമത്, ഇന്നത്തെ ഒരു തിഥിയിൽ തന്നെ നമുക്ക് ഈ ഒരു ആവിർഭാവ തിഥി വന്നതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ നരസിംഹദേവനെക്കുറിച്ച് പറയുന്നു. ഭഗവാൻ നരസിംഹദേവൻ്റെ അവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 12 സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ 12 സെക്ഷൻസാണ് ഭാഗവതത്തിൽ വരുന്നത്. ടോട്ടൽ ഭാഗവതം 18,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പഠിച്ചു വരുന്ന ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളാണുള്ളത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ വോളിയം ഒരുപാട് വലുതാണ്, ഭാഗം ഒരുപാട് വലിയതാണ്. ആ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരുന്നു 12 സ്കന്ധങ്ങളുണ്ട്. അതിലെ 7ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീ പ്രഹ്ലാദ് മഹാരാജനെക്കുറിച്ചും നരസിംഹദേവനെക്കുറിച്ചും പറയുന്നത്. ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ ഒരു ഭാഗത്ത്. കാര്യം പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീല ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. നമുക്കെല്ലാവർക്കും അറിയാം, പരീക്ഷിത്ത് മഹാരാജാവിന് ശാപം കിട്ടുന്നു. 7 ദിവസത്തിന് അകത്ത് മരിക്കുമെന്ന് ശാപം കിട്ടുമ്പോൾ, ഒരു ബ്രാഹ്മണിൽ നിന്ന് ശാപം കിട്ടുന്നത് കൊണ്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച്, ലോകം മുഴുവനും ഭരിച്ചിരുന്ന ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഗുരുവിനെ അന്വേഷിച്ച് പോന്നു. ഗംഗാതീരത്ത് പോയിരിക്കുന്നു. അവിടെ എല്ലാ ഈ ലോകത്തിലുള്ളതല്ല, എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ ഋഷിവര്യന്മാരും ഗുരുജനങ്ങളും അവിടെ എത്തി. കൂട്ടത്തിൽ നാരദ മഹർഷിയുണ്ട്, പർവ്വതമുനിയുണ്ട്, വ്യാസദേവനുണ്ട്, വശിഷ്ഠർ മുനിയുണ്ട്, വിശ്വാമിത്ര മുനിയുണ്ട്. അങ്ങനെ പറയാൻ ആരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാവരും, മറ്റുള്ള യുഗങ്ങളിൽ നിന്നുമുള്ള ആളുകളൊക്കെ ഋഷിവര്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി, പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ശാപം കിട്ടിയ സമയത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഗംഗാതീരത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഋഷിവര്യന്മാർ, അദ്ദേഹം വെറും കൗപീനം മാത്രം ധരിച്ച്, അതായത് രാജ്യവേഷമെല്ലാം ഉപേക്ഷിച്ച്, പരീക്ഷിത്ത് മഹാരാജാവിന് ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഉണ്ടായിരുന്നു. ലോകം മുഴുവനും ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒന്നിൻ്റെയും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു അദ്ദേഹം. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എൻ്റെ കയ്യിൽ സമയമില്ല. ഓൾറെഡി അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് സമയമില്ല, 7 ദിവസത്തിനകത്ത് ഞാൻ മരിക്കുമെന്ന് മനസ്സിലായ സമയത്ത് അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുന്നു. കാര്യം അദ്ദേഹത്തിന് അറിയാം, ഈ രാജ്യവും സമ്പത്തും ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ മരിക്കുന്ന സമയത്ത് കൂടെ വരാൻ പോകുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാര്യം അദ്ദേഹം ശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും സാധാരണ ആളുകൾക്ക് അറിയുന്ന കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു സത്സംഗത്തിൽ പുതിയ ഭക്തരായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്
എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭഗവാൻ? എന്തുകൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ വ്യത്യാസം ഉള്ളവരാണ്? മൃഗങ്ങളെക്കാൾ സ്പെഷ്യാലിറ്റി കൂടുതലാണ് നമുക്ക്, അല്ലേ? എന്താണ് അതുകൊണ്ട്, എന്തുകൊണ്ട് അത് അങ്ങനെ? അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭഗവാൻ? ചില ആളുകൾക്ക് മനുഷ്യജന്മം കിട്ടുന്നു, ചിലവർക്ക് ചിലവർ മൃഗങ്ങളാവുന്നു, ചിലവർ ചെടികളും മരങ്ങളുമായി മാറുന്നു. എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ശരിയായിട്ടുള്ളൊരു ഉത്തരം അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോഴും പലവരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അതായത് വീട്ടിലെ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇത് ലക്ഷ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടാണ്, സംശയമില്ല. ധർമ്മം രണ്ട് തരത്തിൽ പറയാം. നമ്മൾ ഓരോരുത്തരും ധർമ്മം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരെയും മൃഗങ്ങളെയും മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ വേർതിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മം ചെയ്യുവാനുള്ള ഒരു കേപ്പബിലിറ്റി മനുഷ്യർക്കുള്ളത് കൊണ്ടാണ്. മനുഷ്യർക്കുണ്ട്, എന്നാൽ മൃഗങ്ങൾക്ക് അതില്ല. അതാണ് വ്യത്യാസം. ധർമ്മോഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹിന പശുഭി സമാനം. ഇപ്പോൾ ധർമ്മം പാലിക്കുന്നില്ലെങ്കിൽ, ധർമ്മം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ആഹാര, നിദ്ര, ഭയം, മൈഥുനം, 4 കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മൈഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം. അത് എല്ലാ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാത്തിലും ഉള്ളത്. ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള ആ ഒരു ലൈഫ്, മൈഥുനം. 4 എന്താണ്? അതായത് ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക തിരിച്ച്. എന്താണെങ്കിലും വാക്കുകൊണ്ടാവാം, കൈകൊണ്ടാവാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ആയുധം കൊണ്ടാവാം. ആ ഒരു ഡിഫെൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനുഷ്യരും ചെയ്യുന്നതാണ്. നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ കൈ കൊണ്ടും വായ കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും, അല്ലേ? ശത്രുക്കളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഡിഫെൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ മൃഗങ്ങളുടെ ഇടയിലും കാണാം, അവർ പ്രത്യേകിച്ചും നായയുടെ കാര്യമാണെങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ടെറിട്ടറി ഉണ്ട് നായയ്ക്ക്. ആ ടെറിട്ടറിയിൽ വേറെ നായ്ക്കൾ വന്നു കഴിഞ്ഞാൽ അവർ ഓടിക്കും, വരെ അടികൂടും, അല്ലേ? അപ്പോൾ ഈ ആഹാര, നിദ്ര, ഭയം എന്നുദ്ദേശിക്കുന്നതാണ് ഈ പറയുന്ന ഡിഫെൻസ്. അതേപോലെ മൈഥുനം, ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ കോമൺ ആണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും. എന്നാൽ ഒരു വിശേഷമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യർക്ക്. അതാണ് ധർമ്മോഹി തേഷാം അധികോ വിശേഷവും. വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യം മനുഷ്യർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ധർമ്മം പാലിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ ധർമ്മേന ഹീന പശുഭി സമാന എന്നാണ് പറയുന്നത്. അതായത് ധർമ്മം പാലിച്ചില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. ഒരു പക്ഷേ 2 കാലുകളെ ഉണ്ടാവുള്ളൂ നമ്മൾക്ക്. മൃഗങ്ങളെ പോലെ 4 കാലും 8 കാലും 10 കാലും ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ മൃഗങ്ങളെ പോലെ തന്നെയാണ് അങ്ങനെയുള്ളവർ. ഇപ്പോൾ ധർമ്മം പാലിച്ചില്ലെങ്കിൽ നമ്മൾ വെറും മൃഗങ്ങളെ പോലെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ശാസ്ത്രങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നു. ഉപ്പ് എന്ന് പറയുന്ന സാധനം, ഉപ്പിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് രസം കൊടുക്കുക എന്നുള്ളതാണ്. പഞ്ചസാരയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അതാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ ഉപ്പിൻ്റെ ധർമ്മം ഉപ്പ് രസം കൊടുക്കുക, പഞ്ചസാരയുടെ ധർമ്മം മധുരം കൊടുക്കുക. അതേപോലെ മനുഷ്യർക്കും ഒരു ധർമ്മമുണ്ട്. കാര്യം നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട്, മമേ മാംസോ ജീവലോകെ ജീവഭൂത സനാതന, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഇതാണ് ശരിയായിട്ടുള്ള ധർമ്മം. ഇതിനെയാണ് പരോധർമ്മം എന്ന് വിളിക്കുന്നത്. പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ അതാണ് ആദ്യത്തെ ധർമ്മം. പരം ധർമ്മവും പരോധർമ്മവും, അല്ലെങ്കിൽ രണ്ടാമത്തെ
സ്വധർമ്മം എന്നും പറയും. സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുക, നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, വീട്ടിലുള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു ധർമ്മമാണ്. അതിനെ സ്വധർമ്മം എന്ന് പറയും. എന്നാൽ പരോധർമ്മമായിട്ട് പറയുന്നത് ഭക്തിയാണ്. അപ്പം സ്വധർമ്മം ഹരേ കൃഷ്ണ. സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ ജനറൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. വീട്ടുകാര്യങ്ങൾ ചെയ്യുക, വീട്ടിലുള്ളവരെ നോക്കുക, അതൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. ചെയ്യേണ്ടതാണ്, സംശയമില്ല, തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഭഗവാൻ തന്നെ നമ്മളെ നിയോഗിച്ചിട്ടുള്ളതാണ് ആ ഒരു പൊസിഷനിലേക്ക്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ധർമ്മം തന്നെയാണ്. എന്നാൽ പരമമായിട്ടുള്ള ധർമ്മമാണോ അതെന്ന് ചോദിച്ചാൽ അതല്ല. ഇപ്പോഴുള്ള ആളുകൾ ആരോട് ചോദിച്ചാലും സാധാരണ ആളുകൾ പറയും, എന്താണ് നമ്മുടെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, നന്നായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക, പൈസ ഉണ്ടാക്കുക, ജോലി ചെയ്യുക, ഇതെല്ലാമാണ് ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് ലക്ഷ്യം എന്ന് പറയും. പരോധർമ്മത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരിക്കുന്നു, ശാസ്ത്രങ്ങൾ പറയുന്നു. എന്നാൽ പരോധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യഥോ ഭക്തി രഥോക്ഷജേ, ഭഗവാനെ ആരാധിക്കുന്നതാണ് പരമമായിട്ടുള്ള ധർമ്മം. കാര്യം നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമായതുകൊണ്ട് അതാണ് നമ്മുടെ പരോധർമ്മം. ഈ ഒരു ജന്മത്തിലുള്ള ആളുകൾ, നമ്മുടെ ബന്ധുജനങ്ങളും ആളുകളും കൂടെയുള്ളവരും അവരൊക്കെ ഈ ജന്മത്തിലേ ഉള്ളൂ. നമ്മുടെ കൂടെ നിത്യവുമുള്ള ഒരേ ഒരു വ്യക്തി ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളും ഇന്ന് നമുക്കുള്ള കുട്ടികളാണെങ്കിലും അച്ഛനും അമ്മയും ഇതൊന്നുമല്ല അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. മനുഷ്യജന്മം കിട്ടുവാണെങ്കിൽ, ഇതിന് മുമ്പുള്ള ജന്മങ്ങളായിരുന്നെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ജന്മങ്ങളിലും നമുക്ക് ഇതേ പാരൻസോ ഇതേ കുട്ടികളോ ആയിരുന്നില്ല. എല്ലാം വേറെ വേറെയാണ്. ഇത് ഈ ഒരു ജന്മത്തിൽ മാത്രമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം എത്ര വർഷം നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആയുസ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. എന്നാൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെയല്ല, അത് ശാശ്വതമായിട്ടുള്ളതാണ്, നിത്യവുമുള്ളതാണ്. അപ്പോൾ നിത്യമുള്ള ഭഗവാനെ മറന്നുകൊണ്ട്, നിത്യവുമുള്ള കണക്ഷൻ മറന്നുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കണക്ഷൻ മാത്രം, ഇപ്പോഴത്തെ കാര്യം മാത്രം ഓർത്തിരിക്കുന്നു. അതാണ് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം. അപ്പോൾ ഈ രണ്ടും വേണം നമുക്ക്. ഇപ്പോൾ ഉള്ള അവസ്ഥയിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, കൂട്ടത്തിൽ പരോധർമ്മവും ചെയ്യണം. ഇതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആക്ച്വലി എന്തുകൊണ്ടിത് പറയുന്നു എന്ന് വെച്ചാൽ ഇതാണ് പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്ന ആദ്യത്തെ പാഠം. പ്രഹ്ലാദ് മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്തരിൽ വെച്ച് ഭക്ത ശിരോമണിയാണ്. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ് പ്രഹ്ലാദ്. ഈ പ്രഹ്ലാദ് മഹാരാജിനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. 7ാമത്തെ സ്കന്ധം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അധ്യായങ്ങളിൽ ഈ ഒരു ചരിത്രം പറയുന്നുണ്ട്, പ്രഹ്ലാദ ചരിത്രം. അവിടെയാണ് ശ്രീ നരസിംഹദേവനെ കുറിച്ച് പറയുന്നത്. കാര്യം പ്രഹ്ലാദിന് വേണ്ടിയിട്ടാണ് നരസിംഹദേവൻ അവതരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പ്രഹ്ലാദിൻ്റെയും നരസിംഹദേവൻ്റെയും, അല്ലേ? ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഹിരണ്യകശിപുവിനെ പോലെ അത്രയും ശക്തിശാലിയായിട്ടുള്ള ഒരു അസുരൻ വേറെ ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ നടക്കുന്നതാണിത്. അദ്ദേഹം അത്രയും പവർഫുൾ ആയിട്ടുള്ള അസുരനായിരുന്നു. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾ, 10,000-കണക്കിന് വർഷങ്ങൾ തപസ്യ ചെയ്യുന്നു. ഹിരണ്യകശിപു. ഹിരണ്യകശിപു എന്തിനാണ് തപസ്യ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ലോകം മുഴുവനും എൻ്റെ കൈക്കുമ്പിളിൽ വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം അസുരനായത്. കാര്യം അസുരന്മാർക്ക് എപ്പോഴും ഉള്ള ആഗ്രഹം അതാണ്. ഭഗവാനേക്കാൾ വലിയ പൊസിഷനാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞതാണ്, വിഷ്ണുവിനേക്കാൾ വലിയ പൊസിഷൻ എനിക്ക് വേണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നിട്ടാണ് അദ്ദേഹം തപസ്യ ചെയ്യുന്നത്. 10,000-കണക്കിന് വർഷങ്ങൾ തപസ്യ ചെയ്ത്, പറയുന്നു ശ്രീമദ് ഭാഗവതം, അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം ദ്രവിച്ചുപോയി, ചിതൽ വന്നിട്ട്, അത്രയും വർഷങ്ങൾ തപസ്യ ചെയ്തിട്ട്. എന്നാൽ തപസ്യയുടെ ശക്തി കൂടി എന്ത് സംഭവിച്ചു? ഉപരിലോകങ്ങളിലുള്ള സ്വർഗ്ഗലോകങ്ങളിലുള്ള ഇന്ദ്രനും ചന്ദ്രനും മറ്റുള്ള ദേവന്മാർക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റാതെയായി. കാര്യം സ്വർഗ്ഗലോകത്തിലേക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ തപസ്യ ചെയ്തുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ താപം,
ആ ചൂട് കൊണ്ട് ഉപരിലോക സ്വർഗ്ഗലോകത്തിലുള്ളവർക്ക് പോലും അതിന് ചൂട് അവിടെ കിട്ടി തുടങ്ങി. അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇദ്ദേഹം ആണെങ്കിൽ തപസ്യ ചെയ്യുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ്? ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ. കാര്യം ഹിരണ്യകശിപുവിന് അറിയാം ബ്രഹ്മാവാണ് ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ അല്ലെങ്കിൽ ജീവതത്വങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമുള്ളതെന്ന്. ബ്രഹ്മാവിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്, ബ്രഹ്മാവിനെയാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. അവസാനം ദേവന്മാരെല്ലാവരും പോയി പറഞ്ഞു ബ്രഹ്മാവിനോട്, നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്? നിങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്. കാര്യം ബ്രഹ്മാവ് എന്ന് പറയുന്നത് എല്ലാ ദേവന്മാരുടെയും മുകളിൽ വരുന്ന വ്യക്തിയാണ്. എല്ലാ ദേവന്മാരും, ഇന്ദ്രനും ചന്ദ്രനും വരുണനും, അവരെല്ലാവരും പോയി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം പോയി അഭ്യർത്ഥിക്കുന്നത് ബ്രഹ്മാവിനോടാണ്. പിന്നീട് ബ്രഹ്മാവിനെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ബ്രഹ്മാവ് ചെയ്യും. ഇനി അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ അദ്ദേഹം നേരെ പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ വിഷ്ണുവിൻ്റെ അടുത്ത് പോവാം. കാര്യം അൾട്ടിമേറ്റ്ലി വിഷ്ണുവാണ്, ഭഗവാനാണ് സഹായിക്കാൻ ഉണ്ടാവുക. കാര്യം ഭഗവാനാണ് ബ്രഹ്മാവിൻ്റെ ബോസ്. ഈ ദേവന്മാരുടെയൊക്കെ ബോസ് ബ്രഹ്മാവാണ്, ബ്രഹ്മാവിൻ്റെ ബോസ് ഭഗവാനും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തപസ്യ നടക്കുന്ന സമയത്ത് ഭാഗവതം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ഘോരമായിട്ടുള്ള തപസ്യ കാരണം ആളുകൾക്ക് എല്ലാ ഉപരിലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളിലും ആർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയെ ചൂട് കാരണം ശരീരത്തിൽ നിന്ന് ചൂട് വരുന്നു, താപം വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങനെയാണ് ഇദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് പോയി പ്രത്യക്ഷപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് വെച്ച് ചോദിക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും തപസ്യ ചെയ്യുന്നത്. അവസാനം ബ്രഹ്മാവ് പോകുന്നു. ബ്രഹ്മാവിനറിയാം ഇദ്ദേഹം അസുരനാണ്, ഇദ്ദേഹം ചോദിക്കാൻ പോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം, മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ എന്നാലും പോവാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തപസ്യ ഇനിയും നീണ്ടുപോവാണെങ്കിൽ ബുദ്ധിമുട്ടാവും, ആളുകൾക്ക് ബുദ്ധിമുട്ടാവും, ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാവും, ഭൂമിയിലുള്ളവർക്കും സ്വർഗത്തിലുള്ളവർക്കും ആർക്കും. അങ്ങനെ അവസാനം ബ്രഹ്മാവ് തീരുമാനിച്ചു, ശരി ഞാൻ പോവാം. അങ്ങനെ അദ്ദേഹം ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലേക്ക് വരുന്നു. ഹിരണ്യകശിപു ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ചിതൽപുറ്റിനകത്തായി പോയി, അത്രമാത്രം ദ്രവിച്ചു പോയി അദ്ദേഹം. എന്നാലും അദ്ദേഹത്തിന് ജീവനുണ്ട്, അദ്ദേഹത്തിന് കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം ആ സമയത്തും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കമണ്ടലുവിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ കമണ്ടലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കയ്യിൽ ഒരു കുടം കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് ദിവ്യമായിട്ടുള്ള വെള്ളമുണ്ട്. കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് അദ്ദേഹം തളിച്ചു. ആരുടെ മുകളിൽ? ഹിരണ്യകശിപുവിൻ്റെ മുകളിൽ, ചിതൽപുറ്റിൻ്റെ മുകളിൽ തളിച്ചു. ആ സമയത്ത് ഹിരണ്യകശിപുവിന് മനോഹരമായിട്ടുള്ള ശരീരം കിട്ടുന്നു, വീണ്ടും പഴയ പോലെയാവുന്നു അദ്ദേഹം, സുന്ദരനായിട്ടുള്ള. ഹിരണ്യകശിപു ഒരുപാട് ശക്തിശാലിയായിട്ടുള്ള ഒരു അസുരനായിരുന്നു. അദ്ദേഹത്തിന് അതായത് ഭൗതികമായിട്ടുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹത്തിന് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ തേജസ്സും പ്രഭാവമൊക്കെ കൂടി ഇത്രയും കാലം തപസ്യ ചെയ്തതുകൊണ്ട്. മാത്രമല്ല ബ്രഹ്മാവിൻ്റെ കമണ്ടലിൽ നിന്ന് തീർത്ഥവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ജ്വലിച്ചു തുടങ്ങി. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വെളിച്ചം വന്നു തുടങ്ങി. അത്രമാത്രം ആകർഷകനായി മാറി അദ്ദേഹം, എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ഒരു രൂപമായി മാറി അദ്ദേഹത്തിന്, ഹിരണ്യകശിപുവിന്. ആ സമയത്ത് ഹിരണ്യകശിപു ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, ബ്രഹ്മാവിനെ കണ്ട സമയത്ത് ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ബ്രഹ്മാവ് ചോദിച്ചു, നീ ഇനി തപസ്യ തുടരരുത്, തപസ്യ നിർത്തണം, ആളുകൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി, എന്താണ് നിനക്ക് വേണ്ടത്, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഹിരണ്യകശിപു പറയുന്നു, എനിക്ക് വിഷ്ണുവിനേക്കാൾ, ആദ്യം പറയുന്നു അമരനാവണം എന്ന് പറഞ്ഞു, മരിക്കരുത്, എനിക്ക് വരം വേണം, വരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ആളായി മാറണം, ഈ ലോകം മുഴുവനും എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ബ്രഹ്മാവിന് മനസ്സിലായി അബദ്ധമായി വന്നത്, വരാതിരിക്കാനും പറ്റില്ല, വന്നതും അബദ്ധമായി. ഇനിയിപ്പോൾ വരം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാനും പറ്റില്ല, ഇതാണ് വേറെ പ്രശ്നം. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വരം കൊടുക്കാതിരിക്കാനും പാടില്ല. അപ്പോൾ വരം കൊടുക്കണം, ഇനി എന്തു ചെയ്യും? ഓക്കെ, അപ്പോൾ ചോദിച്ചു, ഇനി നീ എനിക്ക് എന്താ ആഗ്രഹം പറയൂ. ഹിരണ്യകശിപു ലിസ്റ്റ് കൊടുത്തു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള വ്യക്തിയായി മാറണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വിഷ്ണുവിനേക്കാൾ വലിയ പൊസിഷൻ. ആദ്യം പറഞ്ഞു എനിക്ക് മരണം സംഭവിക്കരുത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, മരണം സംഭവിക്കരുതെന്ന് പറയുന്നത് എനിക്ക് പോലും മരണമുണ്ട്,
നീ എന്നോട് വരം ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരു വരം തരാനുള്ള ശക്തിയില്ല. കാര്യം എനിക്ക് തന്നെ ഒരു ദിവസം ഞാൻ തന്നെ മരിക്കും. ഒരു ദിവസം എനിക്കും ഒരു ആയുസ്സുണ്ട്, അത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഴിയുന്നു. അല്ല, അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ നിനക്ക് അങ്ങനെ ഒരു വരം തരാൻ സാധിക്കും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം കുറച്ച് കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് എനിക്ക് വരം തരാൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇദ്ദേഹം ഓരോ കണ്ടീഷൻ പറയുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം, പക്ഷേ എന്നാലും ഇന്നത്തെ ദിവസം വീണ്ടും ഇതെല്ലാം പറയുന്നത് ഭഗവാന്റെ നരസിംഹദേവൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ പ്യൂരിഫിക്കേഷനാണ് നടക്കുന്നത് കേൾക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞു, ഒരു ദേവന്മാർക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത്, അതേപോലെ ഒരു ആയുധം കൊണ്ടും എന്നെ കൊല്ലാൻ പറ്റാത്ത ഒരു ആർക്കും സാധിക്കരുത്, ആയുധം കൊണ്ടാണെങ്കിലും. പിന്നെ അദ്ദേഹം പറഞ്ഞു, ആകാശത്തിൽ വെച്ചോ ഭൂമിയിൽ വെച്ചോ പാടില്ല. അങ്ങനെ ഒരുപാട് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ഹിരണ്യകശിപുവിൻ്റെ ഉദ്ദേശം എന്താണ്. അദ്ദേഹത്തിന് ഉദ്ദേശമായിരുന്നു, ആരും ഒരു കാരണവശാലും അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹമില്ല, മരണം വേണ്ട, അല്ലെങ്കിൽ അമരനാവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണ് ഇദ്ദേഹം. ബുദ്ധിശാലിയാണ് ഹിരണ്യകശിപു, വളരെ ബുദ്ധിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ആയുധം കൊണ്ട് പറ്റില്ല, അതേപോലെ തന്നെ വെളിച്ചത്തിൽ പകലായിരിക്കുന്ന സമയത്തും രാത്രിയിലും ആർക്കും എന്നെ തൊടാൻ സാധിക്കരുത്, അതേപോലെ തന്നെ ഒരു ദേവന്മാർക്കും മനുഷ്യർക്കും ആരും എന്നെ തൊടാൻ സാധിക്കരുത്, അവർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കരുത്. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻ വെച്ചു. ബ്രഹ്മാവിന് മനസ്സിലായി ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം? ബ്രഹ്മാവിന് അറിയാം എന്തായാലും അബദ്ധമായി. വന്നു, പ്രത്യക്ഷപ്പെട്ടു, ദർശനം കൊടുത്തു അദ്ദേഹത്തിന്. ദർശനം കൊടുക്കാതിരിക്കാനും പറ്റില്ല, കാര്യം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ആകെ കൺഫ്യൂഷനായി ബ്രഹ്മാവിന്. പക്ഷെ ചെയ്യാണ്ടിരിക്കാനും സാധിക്കില്ല എന്ന് ചോദിക്കുന്നു, കൊടുക്കുകയും വേണം. ശരി, ബ്രഹ്മാവ് പറഞ്ഞു, ശരി തഥാസ്തു, നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതേപോലെ നടക്കും എന്ന് പറഞ്ഞു. പക്ഷേ ബ്രഹ്മാവിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഭഗവാൻ വിഷ്ണു ഉണ്ട് എൻ്റെ മുകളിൽ, ഭഗവാൻ വിഷ്ണു ബാക്കി കാര്യം നോക്കിക്കോളും. എനിക്ക് സാധിക്കില്ല ഹിരണ്യകശിപുവിൻ്റെ ഈ പറയുന്ന കണ്ടീഷനൊക്കെ വെച്ചിട്ടുള്ള കാര്യം. എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഹിരണ്യകശിപു ഇതെല്ലാം മിസ്യൂസ് ചെയ്യും, ബ്രഹ്മാവിന് അറിയാതെ മിസ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല. പക്ഷേ എനിക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാൻ രക്ഷിച്ചോളും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? പ്രതീക്ഷിച്ച പോലെ തന്നെ ഹിരണ്യകശിപു ഈ പറയുന്ന വരത്തെ വളരെ മോശമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി. അതായത് അദ്ദേഹം ശക്തിശാലിയായി മാറി. തപസ്സി കൊണ്ട് അദ്ദേഹം വലിയ ശക്തിശാലി. അദ്ദേഹം ശക്തിശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ പോലും വിറപ്പിക്കുന്ന കാര്യമായിരുന്നു. അദ്ദേഹത്തിനെ കാണുമ്പോൾ പറയുന്നു, ഹിരണ്യകശിപു, ഭാഗവതം പറയുന്നതാണ്, ഹിരണ്യകശിപുവിൻ്റെ പിരുകം അനങ്ങുന്നത് കണ്ടാൽ തന്നെ ദേവന്മാർ വിറയ്ക്കുന്നു പറയുന്നു. ഇന്ദ്രനും ചന്ദ്രനും മറ്റുള്ള ദേവന്മാർ അത്രമാത്രം പേടി സ്വപ്നമായി മാറി ഇദ്ദേഹം എല്ലാവരുടെയും. ശാസ്ത്രങ്ങളിൽ പറയുന്നു, പുരാണങ്ങളിൽ പറയുന്നു, ഇന്ദ്രനും ചന്ദ്രനൊക്കെ ഹിരണ്യകശിപുവിൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയായിരുന്നു സ്ഥാനം അവരുടെ. അത്രമാത്രം ശക്തിയായിരുന്നു, അത്രമാത്രം ഇൻഫ്ലുവൻസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ ഹിരണ്യകശിപുവിന്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാവർക്കും ശല്യമായി ബുദ്ധിമുട്ടായി മാറി ഇദ്ദേഹത്തെ കൊണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇങ്ങനെയൊരു അവസ്ഥയിലായി, ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ദേവലോകങ്ങൾ പോലും പോയി കീഴടക്കുന്നു ഇദ്ദേഹം. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. അത്രമാത്രം ശക്തിശാലിയായി മാറി ഇദ്ദേഹം, ശല്യമായി മാറി. അവസാനം ഇവരെല്ലാവരും പോയി വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. വിഷ്ണു ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാനാണ്? നീയാണ് വരം കൊടുത്തത്, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, ആലോചിച്ചിട്ട് വേണ്ടേ കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയാണ് വരം കൊടുക്കുന്നത്, ഇനി എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, ഓക്കെ, ഒന്നും പേടിക്കേണ്ട, സമയമാകുമ്പോൾ കാര്യം നടന്നോളും എന്ന് പറഞ്ഞു. ഭഗവാന്റെ പ്ലാൻ വേറെയായിരുന്നു, നമുക്കറിയാം. എന്നാൽ ഈ ദുഷ്ടനായിട്ടുള്ള ഹിരണ്യകശിപുവിന് ഒരു പുത്രനുണ്ടായിരുന്നു, സുപുത്രനുണ്ടായിരുന്നു. അദ്ദേഹമാണ് പ്രഹ്ലാദ്. അദ്ദേഹം ശുദ്ധഭക്തനാണ് അദ്ദേഹം. എങ്ങനെ പ്രഹ്ലാദ് ശുദ്ധഭക്തനായി? ജനിച്ചപ്പോഴേ അദ്ദേഹം ഭക്തനായി. അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്തെ ഭക്തനായി മാറുന്നു. കാര്യം ഹിരണ്യകശിപു ഒരു സമയത്ത് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ഒരു അവസരം നോക്കിയിട്ട് ദേവന്മാർ വന്ന് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ
തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒളിപ്പിച്ച് വയ്ക്കും ഒരു സ്ഥലത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കറിയാം ഹിരണ്യകശിപു അതിനു മുമ്പും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയതായിരുന്നു. അതുകൊണ്ട് ഹിരണ്യകശിപുവിനെ തൊടാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് തൽക്കാലം ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് നാരദമുനി ഈ സ്ഥലത്തേക്ക് വരുന്നു. എവിടെയാണോ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അവിടേക്ക് വരുന്നു. നാരദമുനി വരുന്ന സമയത്ത് നാരദമുനി ഇന്ദ്രനെയൊക്കെ ചീത്ത പറയും. ഇന്ദ്രനോട് ചോദിക്കും, എന്ത് പരിപാടിയാണ് ചെയ്തത്? ഇത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നം ഹിരണ്യകശിപുവിനോടാണ്. ഹിരണ്യകശിപുവിനോടുള്ള പ്രശ്നം നേരിട്ട് തീർക്കേണ്ടതാണ്, അല്ലാതെ ഭാര്യയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ ഗർഭിണിയാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇന്ദ്രനൊക്കെ പറഞ്ഞു, അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിനെ കൊണ്ടേ ശല്യം സഹിക്കാൻ വയ്യ. ഇനിതാ ഹിരണ്യകശിപുവിൻ്റെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ കുഞ്ഞ് ഹിരണ്യകശിപുവിൻ്റെ മകനാണല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നക്കാരനായിരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കുട്ടി ജനിക്കണ്ട എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയെ നശിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. നാരദമുനി പറഞ്ഞു, നിങ്ങൾ എന്ത് അബദ്ധമാണ് പറയുന്നത്? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയൂ ഇതാരാണെന്ന്? ഇതാരായിരിക്കും ഈ കുഞ്ഞെന്ന് നിങ്ങൾക്കറിയൂ? നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. ഇന്ദ്രനും ചന്ദ്രനൊന്നും മനസ്സിലായില്ല എന്താണ് പറയുന്നത് ഇദ്ദേഹം. നാരദമുനി എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. നാരദമുനി പറഞ്ഞു അങ്ങനെയായിരിക്കും. പക്ഷെ നാരദമുനിയുടെ വാക്കുകൾക്ക് വിശ്വാസം ഇവർക്കുണ്ട്. കാര്യം നാരദമുനി ഇവർക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഭക്തനാണെന്ന്. നാരദമുനി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്. ആ സമയത്ത് ഇന്ദ്രനൊക്കെ കാര്യം മനസ്സിലാവും. നാരദമുനി പറഞ്ഞു ഇതിനകത്തുള്ളത്, ഈ ഗർഭപാത്രത്തിലുള്ളത് ശുദ്ധ ഭക്തനാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പിന്നെ അവരുടെ ആ ഒരു ദേഷ്യമെല്ലാം നിർത്തി അവർ പറയുന്നു. ഭാഗവതത്തിൽ വലം വയ്ക്കുന്നു. ആരെ? ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതുവിനെ, അതായത് പ്രഹ്ലാദൻ്റെ അമ്മയെ. കാര്യം അകത്ത് ഭക്തനാണുള്ളത്, വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനാണുള്ളത് നാരദമുനി പറഞ്ഞപ്പോൾ. അപ്പോൾ അവരുടെ ഭാവം മാറി. പിന്നെ അവർ പോയി. അതിനുശേഷം നാരദമുനി ആ അമ്മയ്ക്ക്, പ്രഹ്ലാദൻ്റെ അമ്മയ്ക്ക് ഭഗവാനെക്കുറിച്ച് ഹരികഥ പറഞ്ഞു കൊടുക്കുവാണ്, കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കുവാണ്, കൃഷ്ണകഥാമൃതം കൊടുക്കുന്നു. അങ്ങനെയാണ് ഗർഭപാത്രത്തിലിരിക്കുന്ന പ്രഹ്ലാദ് ഇതെല്ലാം കേൾക്കുന്നത്. ആ സമയത്ത് പ്രഹ്ലാദ് ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണകഥാമൃതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഹ്ലാദ് ഭക്തനായി മാറുന്നു. കയാതു വളരെ ശ്രദ്ധയോട് കൂടിയിട്ടൊന്നുമല്ല കേൾക്കുന്നുണ്ടായിരുന്നത്, എന്നാൽ അകത്തുള്ള പ്രഹ്ലാദ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേൾക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ചേ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പുറത്തു വന്നപ്പോൾ അദ്ദേഹം ശുദ്ധഭക്തനായി മാറുന്നതിന് അത്ഭുതമില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠം കൂടിയാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഗർഭധാന സംസ്കാരം എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങളൊക്കെ ഉള്ളത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാഗവതം കേൾക്കണം, ഭഗവത്ഗീത, ഭാഗവതം, ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, ഈ പറയുന്ന ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം, നാമം ജപിക്കണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അകത്തുള്ള, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടിക്കാണ് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. ശുദ്ധഭക്തരായി മാറും അവർ. അങ്ങനെ പ്രോപ്പർ സംസ്കാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രഹ്ലാദിൻ്റെ ഗുരു പ്രഹ്ലാദ് ഗർഭപാത്രത്തിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കേട്ടു ഭഗവാനെക്കുറിച്ച്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ഭക്തനായി മാറുന്നത്. അതുകൊണ്ട് നാരദമുനിക്ക് അറിയാം ഇദ്ദേഹം ശുദ്ധഭക്തനായി മാറും എന്നുള്ളത്. പിന്നെ അതിനുശേഷം പ്രഹ്ലാദ് ജനിക്കുന്നു. ഹിരണ്യകശിപു ശക്തിശാലിയായിട്ടുള്ള ഏറ്റവും വലിയ അസുരനായി എല്ലാം കൺട്രോളിൽ കൊണ്ടിരുന്നു. അവസാനം നമുക്കറിയാം കുറേ കഴിഞ്ഞ് ഹിരണ്യകശിപുവിന് മകനോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ അസുരനായിരുന്നു. പ്രഹ്ലാദാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ഹിരണ്യകശിപുവും പ്രഹ്ലാദും രണ്ടറ്റത്ത്, രണ്ട് എക്സ്ട്രീംസാണ്. ഹിരണ്യകശിപുവിനെ പോലെ ദുഷ്ടനായിട്ടുള്ള ഒരാളില്ല, പ്രഹ്ലാദിനെ പോലെ ശുദ്ധഭക്തൻ വേറെ ആരുമില്ല. രണ്ടും ഒരേ വീട്ടിൽ. വിരോധാഭാസം ഇതാണ്. പക്ഷേ എന്നാലും പ്രഹ്ലാദ് എത്രമാത്രം
ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അദ്ദേഹം ഭഗവാനോടുള്ള വിശ്വാസം, അദ്ദേഹത്തിന് ഭഗവാനോടുള്ള വിശ്വാസമാണെങ്കിലും ഭഗവാനോടുള്ള സ്നേഹമാണെങ്കിലും അദ്ദേഹം വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ആ സമയത്ത് ശുക്രാചാര്യരാണ് അസുരന്മാരുടെ ഗുരു, നമുക്കറിയാം. ശുക്രാചാര്യരുടെ മക്കൾ ഷണ്ട, അമർക്ക, 2 പേര്, ഇവരാണ് ടീച്ചർമാർ. പ്രഹ്ലാദനെ പോലെ വേറെ സ്കൂളിൽ വേറെ കുട്ടികളുണ്ട്. എല്ലാം ഈ അസുരകുലത്തിലുള്ളവരുടെ കുട്ടികളാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷണ്ടനും അമർക്ക, ഇവർ 2 പേരാണ്. പക്ഷേ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? വിഷ്ണുവിനേക്കാൾ മുകളിൽ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കാം അസുരന്മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ആസുരികമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ പ്രഹ്ലാദന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രഹ്ലാദ് പക്ഷേ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കും, ഒന്നും മിണ്ടില്ല. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ബഹുമാനത്തോട് കൂടിയിട്ട് ടീച്ചർമാരോടൊക്കെ വളരെ ബഹുമാനമാണ്. കാര്യം ഭക്തരുടെ ഹൃദയം അങ്ങനെയാണ്. ഭക്തരെപ്പോഴും അങ്ങനെയായിരിക്കും. ഇങ്ങോട്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ട് നല്ല രീതിയിലായിരിക്കും. ഇവർ പഠിപ്പിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാം. പക്ഷേ എന്നാലും പ്രഹ്ലാദൊന്നും പറയാതെ മിണ്ടാതെ കേട്ടിരിക്കും. എന്നാൽ ബ്രേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രഹ്ലാദിൻ്റെ കൂട്ടുകാർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൃഷ്ണകഥ, ഹരികഥ പ്രഹ്ലാദൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു സ്കൂളിൽ വെച്ച്. അങ്ങനെ പ്രഹ്ലാദൻ്റെ കൂട്ടുകാരൊക്കെ പ്രഹ്ലാദനെ ഈ ഭഗവാനെക്കുറിച്ച് കേട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായി ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ. അങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കും ഒരുപാട് ചോദ്യങ്ങൾ, കൂടുതൽ ലീലകൾ പറയാനും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പ്രഹ്ലാദനോട് ചോദിക്കും, നിനക്കിതൊക്കെ എങ്ങനെ അറിയുന്നത്? നമ്മുടെ ടീച്ചർമാർ ഇതൊന്നുമല്ലല്ലോ പഠിപ്പിക്കുന്നത്, പക്ഷെ നീ എവിടെ നിന്ന് പഠിച്ചു? നമുക്കൊക്കെ പ്രായം 5 വയസ്സായിട്ടുള്ളൂ. 5 വയസ്സായിട്ടുള്ളൂ പ്രഹ്ലാദന്. 5 വയസ്സായപ്പോഴേക്കും പ്രഹ്ലാദ് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഥകൾ, ലീലകളൊക്കെ, ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നിനക്കെങ്ങനെ അറിയാം? നമ്മൾ ഒരുമിച്ചല്ലേ സ്കൂളിൽ തുടങ്ങിയത്. ആ സമയത്ത് പ്രഹ്ലാദ് പറയുന്നുണ്ട് ഇവരോട്, ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുവാണ്. അല്ല, നിനക്ക് ഗുരുവുണ്ടോ? വേറെ ഗുരുവുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേത് ഗുരുവാണ്? അപ്പോൾ പ്രഹ്ലാദ് പറഞ്ഞു, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഗുരു ശ്രീ നാരദമുനി, അദ്ദേഹമാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് കേട്ടത് പ്രഹ്ലാദന് ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് പ്രഹ്ലാദ് പറയുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ 7ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദ് ആക്ച്വലി ആ ചാപ്റ്റർ മുഴുവനും, ആ അധ്യായം മുഴുവനും പ്രഹ്ലാദൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ടീച്ചിങ്സ് ഓഫ് പ്രഹ്ലാദാണ് ആക്ച്വലി, ബേസിക്കലി കൂട്ടുകാരെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് അവിടെ പ്രഹ്ലാദ് പറയുന്നു, കൗമാരം ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ. ഇങ്ങനൊരു ശ്ലോകം വരുന്നുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. പ്രഹ്ലാദ് പറയുന്നു, കൗമാരപ്രായത്തിൽ തന്നെ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്തു തുടങ്ങണം. കുട്ടികളെ ഉപദേശിക്കുകയാണ്, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദിൻ്റെ പ്രായം, അന്നത്തെ പ്രായം. കൗമാരപ്രായത്തിൽ തന്നെ, ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം, ഈ പ്രായത്തിൽ തന്നെ നമ്മൾ നാമം ജപിക്കണം, ഈ പ്രായത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യണം എന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പ്രഹ്ലാദിൻ്റെ ഉപദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു അധ്യായത്തിൽ. അങ്ങനെ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് സമയമില്ല ഇന്നത്തെ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ, എന്തായാലും ആ ഡീറ്റെയിൽസിലേക്ക്. എന്നാൽ മനോഹരമായിട്ടുള്ള ടീച്ചിങ്സാണ്, ഒരുപാട് നിർദ്ദേശങ്ങളാണ് പ്രഹ്ലാദ് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തുടങ്ങുന്നത് തന്നെ കൗമാരപ്രായത്തിൽ തന്നെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുട്ടികൾക്ക്. നമുക്ക് ഒരുപക്ഷെ ഇതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ, ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മാർഗത്തിലേക്ക്, ഭഗവാൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള ഇനി വരാൻ പോകുന്ന ജനറേഷന് നമുക്ക് കുട്ടിക്കാലം മുതലേ പ്രഹ്ലാദിൻ്റെ ഉപദേശപ്രകാരം കൗമാരപ്രായത്തിൽ തന്നെ അവർക്ക് പതുക്കെ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ പതുക്കെ അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർ നല്ല ആളുകളായി മാറും, നല്ല ഭക്തരായി മാറും. ഭക്തർ മാത്രമല്ല, നല്ലൊരു വ്യക്തിയായിട്ട് മാറും. നല്ല വ്യക്തിയാവുന്ന ഭക്തനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല വ്യക്തിയാവും. എല്ലാ സത്സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തികളായി മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇല്ലാത്തത്. അങ്ങനെയുള്ള
ജനറേഷനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എങ്ങനെ നേടാമെന്നുള്ളതിൻ്റെ പുറകിൽ ഓടി 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 നടക്കുവാണ്. അതിനപ്പുറത്തേക്ക് ആരും ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വീട്ടിലുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പ്രഹ്ലാദാണ് നമ്മളെ നിർദ്ദേശിക്കുന്നത്. ഭാഗവതം പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, കൗമാരം ആചരിത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ. ധർമ്മം നേരത്തെ നമ്മൾ പറഞ്ഞ പരോധർമ്മത്തെക്കുറിച്ച് അതിപ്പോൾ തന്നെ, അതായത് 5 വയസ്സ് മുതലേ തുടങ്ങണം എന്ന് പറയുന്നത് ഭക്തി. ദുർലഭം മാനുഷൻ ജന്മ. പ്രഹ്ലാദ് ആ ശ്ലോകത്തിൽ തന്നെ പറയുന്ന ദുർലഭം മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭമാണ്, എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൊരു ചാൻസാണ് നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ഒരു അധ്രുവമായിട്ടുള്ള ഇത് നശിച്ചു പോകും പെട്ടെന്ന്. അർത്ഥതം, പക്ഷെ ഒരുപാട് അർത്ഥവത്ത ആയിട്ടുള്ളതാണ് മനുഷ്യജന്മം, വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. അതുകൊണ്ട് സമയമില്ല പാഴാക്കാൻ. ചെറുപ്പം മുതലേ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രഹ്ലാദ്, കൂട്ടുകാർക്ക്. അങ്ങനെയാണ് പ്രഹ്ലാദ് ഉപദേശം. അപ്പം നമുക്കുള്ള ഉപദേശമാണ്, നമ്മളിപ്പോൾ ഏത് സ്ഥിതിയിലാണോ ഏത് വയസ്സിലാണോ എന്നുള്ളത് നോക്കേണ്ട. നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ നിന്ന് ഇനി മുന്നോട്ടുള്ളത് നോക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയുള്ളത് അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യം. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ മാത്രം പലപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്, അതും കാണാം. അതായത് കുട്ടികൾ നല്ല രീതിയിൽ ശ്ലോകം പഠിക്കണം, കുട്ടികൾ നല്ല രീതിയിൽ ഭക്തരാവണം. പക്ഷേ അച്ഛനും അമ്മയും അതിന് തയ്യാറില്ലെങ്കിലോ അത് ശരിയല്ല. അത് ശരിയാവുന്ന ഒരു കാര്യമല്ല. കാര്യം കുട്ടികൾ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ ചെയ്യില്ല. നമുക്ക് അവരെ കൊണ്ട് ഫോഴ്സിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ വീട്ടിൽ ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക എന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി ഒരു കുറച്ച് സമയം മാറ്റിവെക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കാണെങ്കിലും നാമജപത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കാനാണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനൊരു സംഭവം ജീവിതത്തിലൊരു ഭാഗമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഈ ഒരു സേവനം എന്നുള്ളത്, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഇത് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് കയറും. കുട്ടിക്കാലത്തേ നമ്മളത് വേണ്ട അവസരം കൊടുത്തു കഴിഞ്ഞാൽ. ഇല്ലാതെ പ്രായമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ചെയ്യും. സമയമില്ല പാഴാക്കാൻ, നമ്മുടെ കയ്യിൽ ഒട്ടും സമയമില്ല. പ്രായമായിട്ടുള്ളവർക്ക് ഒട്ടും സമയമില്ല. കുട്ടികൾക്ക് ഇനിയും കുറച്ചും കൂടെ സമയമുണ്ട്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, അല്ലേ? അതാണ് പ്രഹ്ലാദ് പറയുന്നത്, ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മനുഷ്യജന്മം ദുർലഭമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സിറ്റുവേഷൻ എന്താണോ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നാളേക്ക് എന്ന് വെച്ച് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രഹ്ലാദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക്. ഒരു ദിവസം ഹിരണ്യകശിപു ചോദിക്കും പ്രഹ്ലാദനോട്, നീ സ്കൂളിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? കുറേയൊക്കെ വർഷം നീ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, നിനക്ക് സ്കൂൾ ഇഷ്ടമാവുന്നുണ്ടോ? പ്രഹ്ലാദ് പറയുന്നു, കുഴപ്പമില്ല, ഇഷ്ടമാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. പ്രഹ്ലാദിന് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നീ എന്താണ് അവിടെ പഠിക്കുന്നത്? പഠിച്ചത് ഞാൻ കേൾക്കട്ടെ. ഹിരണ്യകശിപുവിന് അറിയാം ഷണ്ട അമർക്ക അവർ രണ്ടുപേരാണ് ടീച്ചേഴ്സ്. അപ്പോൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കും എന്ന് അറിയാം. അസുരന്മാരാണല്ലോ. ഓക്കെ. ഹിരണ്യകശിപു പ്രതീക്ഷിക്കുന്നുണ്ട്, ഹിരണ്യകശിപു ചിന്തിക്കുന്നത് അതേ കാര്യം. അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഷണ്ടനും അമർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഹിരണ്യകശിപുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി. ബാക്കി എല്ലാ ദേവന്മാരും ഹിരണ്യകശിപുവിൻ്റെ കീഴിലാണ്. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത് പ്രഹ്ലാദനോട്, എന്തൊക്കെയാണ് നീ പഠിക്കുന്നത്? കേൾക്കട്ടെ, പഠിച്ച കാര്യങ്ങൾ പറയൂ. പ്രഹ്ലാദ് പറഞ്ഞ ഉത്തരം കേട്ട് ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. പ്രഹ്ലാദ് പറഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ എൻ്റെ എസെൻസ് പറയുവാണെങ്കിൽ, സാരാംശം പറയുവാണെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതായത് അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്. മാത്രമല്ല നമ്മളെല്ലാവരും വിഷ്ണുവിൻ്റെ അംശമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്തിയുത സേവനങ്ങളാണ്. അല്ലാതെ
വെറുതെ സമയം പാഴാക്കി കളയാനുള്ളതല്ല. അച്ഛനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഈ പറയുന്ന മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതും മറ്റുള്ളവരോട് അസൂയ തോന്നുന്നതും ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് വിഷ്ണുവിൻ്റെ ഭക്തനായി മാറണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഭക്തനായി മാറണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഹിരണ്യകശിപുവിന് ഇത് കേട്ട് കലി വന്നു, ദേഷ്യം വന്നു. എന്ത് ധൈര്യമാണ് നിനക്ക് എന്നോട് ഇതൊക്കെ പറയാൻ? മകനോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. പിന്നെ പ്രഹ്ലാദാണെങ്കിൽ നിർത്തുന്നില്ല. പ്രഹ്ലാദൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിന്. ഹിരണ്യകശിപുവിന് ദേഷ്യം വരുന്നു. അവസാനം ഹിരണ്യകശിപു തീരുമാനിക്കുന്നു, എൻ്റെ മകനെ ഞാൻ കൊല്ലും എന്ന്. അങ്ങനെ പല രീതികൾ ഉപയോഗിച്ച് പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കുന്നു ഹിരണ്യകശിപു. ഒരുപാട് രീതിയിൽ അദ്ദേഹം ട്രൈ ചെയ്തു. അദ്ദേഹം വിഷമുള്ള പാമ്പുകളുടെ ഇടയിലേക്ക് പ്രഹ്ലാദനെ എറിയുന്നു. പാമ്പുകളൊന്നും ചെയ്തില്ല. പ്രഹ്ലാദ് പാമ്പുകളെ കണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ഓർത്തു. അദ്ദേഹത്തിന് അറിയാം വിഷ്ണു കിടക്കുന്നത് അനന്തശേഷൻ്റെ മുകളിലാണ്. ആ വിഷ്ണുവിനെയും ഭഗവാനെയും അനന്തശേഷനെയും ഓർത്തു പ്രാർത്ഥിച്ചു പ്രഹ്ലാദ്. ഒന്നും സംഭവിച്ചില്ല. ഈ പാമ്പുകളെല്ലാം പ്രഹ്ലാദനെ നമസ്കരിച്ച് തിരിച്ചുപോയി. അതേപോലെ മലയുടെ മുകളിൽ നിന്ന് പ്രഹ്ലാദനെ വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം പോലും പ്രഹ്ലാദന് സംശയം ഉണ്ടായിരുന്നില്ല ഭഗവാൻ രക്ഷിക്കില്ല എന്ന്. 100% വിശ്വാസമാണ് ഭഗവാന്. ഇതാണ് പ്രഹ്ലാദിൻ്റെ വിശ്വാസം. ഭഗവാനുള്ള പൂർണ്ണ വിശ്വാസം. അത് പൂർണ്ണ ശരണാഗതി നേടിയിട്ടുള്ള ഒരാൾക്കേ ഇത് സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച ഒരാൾക്കേ സാധിക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ മലയുടെ മുകളിൽ നിന്ന് നമ്മളെ താഴേക്ക് എറിയുന്നു. ഒന്നുമില്ല, അവിടെ നെറ്റില്ല, അവിടെ ബെഡില്ല, അങ്ങനെയൊന്നും സെറ്റപ്പൊന്നുമില്ല. എറിയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ കരയും. എന്തായിരിക്കും അവസ്ഥ? ഹാർട്ട് അറ്റാക്ക് വരും ചിലപ്പോൾ. വരുന്നതിന് മുമ്പേ ഹാർട്ട് അറ്റാക്കിലേ പോയിട്ടുണ്ടാവും. താഴെ വന്ന് താഴെ വന്ന് മുട്ടുന്നതിനേക്കാൾ മുമ്പ് ഒരു പക്ഷെ പോയിട്ടുണ്ടാവും. പ്രഹ്ലാദന് ഒരു നിമിഷം പോലും സംശയം ഉണ്ടായിരുന്നില്ല. പ്രഹ്ലാദ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നെ രക്ഷിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല അദ്ദേഹം. ഓ ഭഗവാനെ, അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, ഹരേ കൃഷ്ണ. ഭഗവാനെ വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ മനസ്സിൽ ഓർക്കുന്നു, ഭഗവാൻ വന്ന് അദ്ദേഹത്തെ പിടിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മലയുടെ മുകളിൽ എറിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. പ്രഹ്ലാദ് താഴെ സാധാരണ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ സുഖമായിട്ട് വന്ന് ലാൻഡ് ചെയ്തു. പതുക്കെ താഴെ ഇറങ്ങി നടന്നുപോയി. ഇത് എറിയാൻ കൊണ്ടുപോയ ഹിരണ്യകശിപുവിൻ്റെ സെർവൻസിന് ആകെ അത്ഭുതം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത്രയും വലിയ മലയുടെ മുകളിൽ നിന്ന് എറിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നെ തീനകത്തേക്ക് ഇടുന്നു പ്രഹ്ലാദനെ. ഒന്നും സംഭവിച്ചില്ല പ്രഹ്ലാദനെ. പിന്നെ മതമുള്ള ആനകളുടെ ഇടയിലേക്ക് ഇടുന്നു. ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നാൽ പ്രഹ്ലാദ സഹിഷ്ണുതയോടുകൂടി ഇതെല്ലാം ഒരു നിമിഷം പോലും, ഒരു പ്രാവശ്യം പോലും പ്രഹ്ലാദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, ഭഗവാനെ എന്തുകൊണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നോട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങയെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ, ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ, പക്ഷെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരുന്നത് എന്ന് ഒരു പ്രാവശ്യം പോലും പ്രഹ്ലാദ് ചോദിച്ചിട്ടില്ല. പ്രഹ്ലാദെല്ലാം ഭഗവാന്റെ മഹാകാരുണ്യമാണ്. ഭഗവാനെ, അങ്ങേക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്യുന്നു, അങ്ങ് അത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് 100% വിശ്വാസമാണ്, അങ്ങ് എൻ്റെ കൂടെയുണ്ട് എപ്പോഴും. ഇതാണ് പ്രഹ്ലാദൻ്റെ മനസ്സ്. അപ്പോൾ പ്രഹ്ലാദിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ക്വാളിറ്റിയാണ് ഈ സഹിഷ്ണുത. എത്ര പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിൽ പ്രഹ്ലാദിന് വന്ന പോലെ പ്രശ്നം ആർക്കും വന്നിട്ടുണ്ടാവില്ല. എന്നാൽ അദ്ദേഹം വളരെ സഹിഷ്ണുതയോടുകൂടി ഇതെല്ലാം അതായത് 5 വയസ്സുള്ളൊരു ബാലനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത ഒന്ന് ആലോചിച്ച് നോക്കൂ, ടോളറൻസ് നോക്കൂ, മനോഹരം. അത് ഒരു പാഠമാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് ആക്ച്വലി ടോളറൻസ്. നമുക്കൊക്കെ ചെറിയൊരു തലവേദന വന്നാൽ തന്നെ നമ്മൾ പോയി, നമുക്ക് സഹിഷ്ണുതയില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോൾ പ്രഹ്ലാദിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും ആ സമയത്ത് നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഭഗവാൻ എന്തെങ്കിലും
എൻ്റെ കർമ്മഫലം കൊണ്ട് വരുന്നതായിരിക്കാം. അതുകൊണ്ട് ഈ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം നോക്കിക്കൊള്ളും കാര്യങ്ങൾ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ക്വാളിറ്റി നമുക്ക് പഠിക്കാം. പ്രഹ്ലാദ് ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു, അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു ഭഗവാനെക്കുറിച്ച്, കൂട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പ്രചരണം ചെയ്യുന്നു. ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാം പ്രഹ്ലാദിൽ. പിന്നെ മൂന്നാമത് പ്രഹ്ലാദിൻ്റെ ശരണാഗതി. ശരണാഗതി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ള വിശ്വാസം. രക്ഷിഷ്യതി ഇതി വിശ്വാസവും. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. പ്രഹ്ലാദിൻ്റെ മൂന്നാമത്തെ ക്വാളിറ്റി. പിന്നെ നമുക്കറിയാം, കഥ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പല രീതിയിലും കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ അവസാനം ഹിരണ്യകശിപു സഹിക്കാൻ പറ്റാതെ ഹിരണ്യകശിപു ഒരു വഴിയിലൂടെയും പറ്റുന്നില്ല. ഇനി വേറൊരു അവസാനം ഒരു പ്രയോഗം കൂടെ ചെയ്തു ഹിരണ്യകശിപു. ഭാര്യയോട് പറഞ്ഞു, അതായത് പ്രഹ്ലാദിൻ്റെ അമ്മയോട് പറഞ്ഞു അവന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് അച്ഛനായിരിക്കും പറയുക? ഏതെങ്കിലും അച്ഛന്മാർ പറയുമോ? അമ്മ പറഞ്ഞു എന്നെക്കൊണ്ട് സാധിക്കില്ല, ഇതൊന്നും സാധിക്കും, നിങ്ങൾ പറയുന്ന തോന്നിവാസത്തിന് കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു ഭീഷണിപ്പെടുത്തി ഭാര്യയെ, നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അവസാനം മനസ്സില്ലാ മനസ്സോടെ വിഷം കലർത്തിയ പായസമുണ്ടാക്കി കൊടുത്തു. പാൽ പായസം ഉണ്ടാക്കി പ്രഹ്ലാദിനെ വിളിച്ചു. പ്രഹ്ലാദിനെ വിളിച്ചു സ്നേഹത്തോടുകൂടി അമ്മ. ഓ പ്രഹ്ലാദ് വരൂ, നിനക്ക് വേണ്ടി ഞാൻ അമ്മ എന്താണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കൂ, പാൽപ്പായസമാണ്, കഴിക്കൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദ് വളരെ സന്തോഷത്തോടുകൂടി അമ്മ കൊടുത്തതല്ലേ വാങ്ങിച്ചു. പ്രഹ്ലാദ് എന്ത് ചെയ്യുന്നേക്കാൾ മുമ്പ് ഭഗവാനെ ഓർക്കും. അപ്പോൾ ആ പായസം കുടിക്കുന്നേക്കാൾ മുമ്പ്, കഴിക്കുന്നേക്കാൾ മുമ്പ് പ്രഹ്ലാദ് പാല് കണ്ടപ്പോൾ, പാൽ പായസമാണ്, ആ പാലിൻ്റെ ആ വെള്ള നിറം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉടനെ ഓർമ്മ വന്നു പാലാഴിയിൽ കിടക്കുന്ന വിഷ്ണുവിനെ. അങ്ങനെ പ്രഹ്ലാദ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് പാല് കണ്ടപ്പോൾ, പായസം കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ ഭഗവാനെ ഓർക്കുന്നു, ഭഗവാനെ ഓർത്തുകൊണ്ട് പായസം കഴിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിച്ചില്ല. അതായത് എത്രയോ ആളുകളെ കൊല്ലാനുള്ള വിഷമുണ്ടായിരുന്നു അതിനകത്ത്, ഒരാളെയല്ല, അത്രമാത്രം ശക്തിയുള്ള വിഷമാണ് ഇട്ടിരുന്നത്. ഒന്നും സംഭവിച്ചില്ല പ്രഹ്ലാദിന്, ഒന്നും സംഭവിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഹിരണ്യകശിപുവിന് മതിയായി, എന്ത് ചെയ്യുമെന്നറിയില്ല. അവസാനം പ്രഹ്ലാദനെ വിളിച്ച്, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നീ അതായത് ഹിരണ്യകശിപു ആകെ ഭ്രാന്തനെ പോലെയായി, പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ. അവസാനം അദ്ദേഹം ഒരു ദിവസം ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രഹ്ലാദൻ്റെ അടുത്ത്. നീ ആരാധിക്കുന്ന വിഷ്ണു ആരാണെന്ന് നീ വിചാരിക്കുന്നത്? ഒന്നുമല്ല, ഞാനാണ് വിഷ്ണുവിനേക്കാൾ ശക്തിശാലി, നിൻ്റെ വിഷ്ണുവല്ല എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദനെ ഒരുപാട് ഭഗവാനെക്കുറിച്ച് മോശമായി പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചു. പ്രഹ്ലാദ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചാണ്. അങ്ങനെ ചോദിച്ചു, നിൻ്റെ വിഷ്ണു എവിടെയാണുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്ത് പറയൂ, എൻ്റെ മുമ്പിൽ വരാൻ പറയൂ, എൻ്റെ മുമ്പിൽ വന്ന് എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറയൂ, നീ കാണട്ടെ വിഷ്ണുവിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഹിരണ്യകശിപു ചലഞ്ച് ചെയ്യുന്നു പ്രഹ്ലാദനെ. പ്രഹ്ലാദ് പറഞ്ഞു, എൻ്റെ വിഷ്ണു എല്ലായിടത്തും ഉണ്ട്, അച്ഛൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഓരോ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവിന് അപ്പോൾ പറഞ്ഞു, ഓ തൂണിലും തുരുമ്പിലും ഉണ്ടോ, എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തൂണ് കാണിക്കുന്നത്. അപ്പോൾ പ്രഹ്ലാദ് പറഞ്ഞു, ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. പ്രഹ്ലാദ് പറഞ്ഞു, തൂണിലുണ്ട്. ഒരു സംശയം ഉണ്ടായിരുന്നില്ല പ്രഹ്ലാദിന്. അദ്ദേഹം വളരെ കോൺഫിഡൻസോട് കൂടി പറഞ്ഞു, എൻ്റെ ഭഗവാൻ ഇതിനകത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. ഹിരണ്യകശിപു അദ്ദേഹത്തിൻ്റെ കൈ ഉപയോഗിച്ച് ഈ കൈ അത്രയും ശക്തിശാലിയാണ് അദ്ദേഹം ആ തൂണിലേക്ക്. കാര്യം ഹിരണ്യകശിപുവിന് 100% ഉറപ്പാണ്, ആ തൂണ് നിർമ്മിക്കുന്ന സമയത്ത്, ആ കൊട്ടാരം കെട്ടുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് അറിയാം അവിടെ എല്ലാ തൂണിലും എന്താണുള്ളത്, ഒന്നും അവിടെ വിഷ്ണുവിനെ അകത്ത് വെച്ചിട്ടില്ല എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയിരുന്നു ഇതിനകത്ത് ഒന്നുമില്ലാതെ. പക്ഷെ പ്രഹ്ലാദ് കണ്ടുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ അതിനകത്ത്. പ്രഹ്ലാദ് ഓൾറെഡി കാണുന്നു ഭഗവാനെ അതിനകത്ത്. എന്ത് സംഭവിക്കുന്നു? തൂണ് പിളർന്ന്, തൂണ് പൊട്ടിക്കുന്നു, ആക്ച്വലി ഇടിച്ച് പൊട്ടിക്കുന്നു.
അതിനകത്തുനിന്ന് ഭഗവാൻ ശ്രീ നരസിംഹദേവൻ പ്രത്യക്ഷപ്പെടുന്നു. മനോഹരമായിട്ടുള്ള ഭയാനമായിട്ടുള്ള, മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആഭരണങ്ങളൊക്കെ ധരിച്ച് വിഷ്ണുമൂർത്തിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം നരഹരി രൂപത്തിലാണ് വരുന്നത്, അല്ലേ? നരഹരി എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യൻ പകുതി സിംഹം, അല്ലേ? ആ രൂപത്തിലാണ് നരസിംഹദേവൻ വരുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നത്? ഈ സമയത്ത് നരസിംഹദേവൻ ഈ സന്ധ്യ സമയത്താണ് ഇത് നടക്കുന്നതും. നരസിംഹദേവൻ്റെ ബ്രഹ്മാവ് കൊടുത്ത വരം അതും പാലിക്കണം. അപ്പോൾ വെളിച്ചം സമയത്ത്, പകൽ സമയത്ത് കൊല്ലാൻ സാധിക്കില്ല, രാത്രിയിലും പാടില്ല. അപ്പോൾ സന്ധ്യ സമയം സെലക്ട് ചെയ്തു ഭഗവാൻ. അതേപോലെ ആയുധങ്ങൾ കൊണ്ട് പറ്റില്ല എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നഖം ഉപയോഗിച്ചു നരസിംഹദേവൻ. അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയിലും പാടില്ല, ആകാശത്തും പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മടിയിൽ വെച്ചു ഹിരണ്യകശിപുവിനെ ഭഗവാൻ. അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിനകത്തും പാടില്ല, പുറത്തും പാടില്ല എന്ന്. അതുകൊണ്ട് ഉമ്മറപ്പടിയിലിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം, ഈ കണ്ടീഷൻസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിക്കുന്നു. അതാണ് ഉണ്ടാവുന്നത്, അതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ ദേഷ്യം മാറുന്നില്ല. ഭഗവാൻ വളരെ അദ്ദേഹത്തിൻ്റെ ഹിരണ്യകശിപുവിൻ്റെ സേവകരെ അവരെല്ലാവരും ഭഗവാനെ ആക്രമിക്കാൻ വന്നു. അവരെല്ലാവരെയും അവസാനിപ്പിച്ചു. എന്നിട്ടും നരസിംഹദേവൻ്റെ ആ ഒരു ദേഷ്യം മാറുന്നില്ല. ആ സമയത്ത് ദേവന്മാരൊക്കെ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു നരസിംഹദേവനെ കണ്ടിട്ട്. എല്ലാവരും ബ്രഹ്മാവിനോട് പറഞ്ഞു, ഓടിപ്പോയി അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കൂ. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, എൻ്റെ കയ്യിൽ വരുന്നതല്ല ഇത്. ലക്ഷ്മി ദേവിയും പറഞ്ഞു, ഇങ്ങനെ ഉഗ്രമായിട്ടുള്ളൊരു രൂപം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ, അതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അവസാനം ബ്രഹ്മാവിന് മനസ്സിലായി വേറെ ആര് പോയാലും നരസിംഹദേവൻ സമാധാനമാവില്ല, പ്രഹ്ലാദനെ വിടാം. പ്രഹ്ലാദനെ വിട്ടു. പ്രഹ്ലാദനോട് പറഞ്ഞു, നീ പോയി സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞു. പ്രഹ്ലാദന് ഒരു പേടിയുമില്ല. അദ്ദേഹം അവിടെ പോയി കൈ കൂപ്പിക്കൊണ്ട് സ്തുതിച്ചു തുടങ്ങി ഭഗവാനെ. അങ്ങനെ പ്രഹ്ലാദ് ഭഗവാനെ സ്തുതിക്കുന്നു. ഒരുപാട് സന്തോഷവും നരസിംഹദേവന് പ്രഹ്ലാദനെ കാണുമ്പോൾ, സ്തുതികൾ കേൾക്കുമ്പോൾ. അങ്ങനെ നരസിംഹദേവൻ ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു, പ്രഹ്ലാദനെ മടിയിൽ വയ്ക്കുന്നു. ഭാഗവതത്തിൽ പറയുന്നു, നരസിംഹദേവൻ പ്രഹ്ലാദൻ്റെ ആ തലയിൽ മണപ്പിക്കുമായിരുന്നു എന്ന്. കാര്യം മകനോടുള്ള വാത്സല്യം തോന്നി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രഹ്ലാദാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ്റെ കൂടെ ഇരിക്കുന്നു. അദ്ദേഹം എപ്പോഴും ആരാധിച്ചു കൊണ്ടിരുന്ന ആ ഇഷ്ടദേവൻ മുമ്പിൽ നിൽക്കുവാണ്. അതെ, ഒരു പേടിയും ഉണ്ടായിരുന്നില്ല പ്രഹ്ലാദന്. ബാക്കി എല്ലാവരും പേടിക്കുമായിരുന്നു. കാര്യം എന്താണ്? ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യയായാദ്ഭുതരൂപമുദ്ഭവൻ സ്തംഭേ സഭായം ന മൃഗം ന മാനുഷം. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല നരസിംഹദേവൻ ആവിർഭവിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം. ഭഗവാന്റെ ഭക്തൻ പ്രഹ്ലാദ് പറഞ്ഞു, ഈ തൂണിനകത്ത് ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഇതാണ് ഭാഗവതം പറയുന്നത്. സോ ഭഗവാന്റെ കാര്യം, ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് വന്ന് അദ്ദേഹത്തിനെ ആക്രമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഹിരണ്യകശിപുവിന് ഒരു ഹാർട്ട് അറ്റാക്ക് കൊടുക്കാൻ ഭഗവാന് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. എന്നാൽ ഭഗവാന്റെ ഭക്തൻ, ശുദ്ധഭക്തൻ പ്രഹ്ലാദ് പറഞ്ഞു, എല്ലാ ചരാചരങ്ങളിലും എൻ്റെ ഭഗവാനുണ്ട്. തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തൂണിലുണ്ട് എന്ന് പറഞ്ഞു. ആ സ്പെസിഫിക്കലി ആ തൂണ് കാണിച്ചു കൊടുത്ത് പറഞ്ഞു. അത് സംശയമായി ഹിരണ്യകശിപുവിന്. അതുകൊണ്ട് ആ തൂണാണ് ഇടിച്ച് പൊളിക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി, എൻ്റെ ഭക്തൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നരസിംഹദേവൻ ആവിർഭവിക്കുന്നു. ഇതാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ പ്രഹ്ലാദ് അതിനുശേഷം ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഭഗവാന്റെ മുമ്പിൽ. ഏഴാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ ചാപ്റ്ററിലാണ് പ്രഹ്ലാദിൻ്റെ സ്തുതികൾ വരുന്നത്. മനോഹരമായിട്ടുള്ള സെക്ഷനാണത്. നമുക്ക് സമയമില്ല ചർച്ച ചെയ്യാൻ. അവിടെ ഒരുപാട് പ്രാർത്ഥനകൾ വരുന്നുണ്ട് പ്രഹ്ലാദിൻ്റെ. ആ സമയം അവിടെ അതിൽ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് 10, 20, 25 ശ്ലോകങ്ങളുണ്ട് പ്രഹ്ലാദ് സ്തുതി.
മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. തസ്മാദമുസ്തനുവൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയാം വിഭവം ഐന്ദ്രിയം ആവിരിഞ്ചാമി തേ വിലിതുതാൻ ഉരുവിക്രമേണ കാലോത്മനോപനായ മാം നിജഭൃത്യപാശ്വം. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിൽ. ഇത് 24-ാമത്തെ ശ്ലോകമാണ് 9-ാമത്തെ ചാപ്റ്ററിൽ. അവിടെ പ്രഹ്ലാദ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നരസിംഹദേവൻ ചോദിക്കുകയാണ് പ്രഹ്ലാദനോട്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നീ എന്ത് ചോദിച്ചോളൂ, ഞാനത് തരാൻ തയ്യാറാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് നിന്നെ കണ്ടപ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ചോദിക്കൂ എന്ത് വരം വേണം. പ്രഹ്ലാദ് പറയുന്നു, എനിക്കൊന്നും വേണ്ട. പ്രഹ്ലാദ് പറയുന്നു, എനിക്കറിയാം ബ്രഹ്മാവ് മുതൽ ഇവിടെയുള്ള ചെറിയ ഉറുമ്പ് വരെ ഇവരെല്ലാവരും ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി നടക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇതെല്ലാം എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. ഈ എൻജോയ്മെൻറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ബ്രഹ്മാവും ആവണ്ട, ദേവന്മാരാവണ്ട, ഒന്നും ആവണ്ട. ഞാൻ ഒരേ ഒരു കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങയുടെ ശുദ്ധ ഭക്തനെ സേവിക്കാനുള്ളൊരവസരം എനിക്ക് തരൂ. അല്ലെ, അതിൻ്റെ അർത്ഥം എന്താണ്? പ്രഹ്ലാദിൻ്റെ ഗുരുവാണ് നാരദമുനി, അല്ലേ? നാരദമുനിയെ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അപ്പം നാരദമുനിയെ സേവിക്കാനുള്ളൊരു അവസരമാണ് ചോദിക്കുന്നത്. അങ്ങയുടെ ശുദ്ധ ഭക്തരെ സേവിക്കുവാനുള്ളൊരു അവസരം എനിക്ക് തരൂ എന്നാണ്. ഇതാണ് പ്രാർത്ഥന പ്രഹ്ലാദിൻ്റെ. നൈവോ ദ്വിജയ പരദുരത്യയ വൈതിരണ്യസ് ത്വദ്വീര്യ ഗായന മഹാമൃതമഗ്ന ചിത്തഃ. പ്രഹ്ലാദ് പറയുവാണ്, എനിക്ക് ഒരേ ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ, എൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല. പ്രഹ്ലാദ് പറയുവാണ്, ഈ ലോകത്തുള്ള ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു, എൻ്റെ ഉള്ളിൽ തീയാണ്. കാര്യം എല്ലാവരും ഭൗതിക ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആ വിഡ്ഢികളും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം താൽക്കാലികമാണ്, ഇതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അവരെല്ലാവരും ഭയങ്കര തിരക്കിലാണ് അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി നടന്നുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരേ ഒരു വിഷമം അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വിഷമമില്ല. കാര്യം ഞാൻ ത്വദ്വീര്യ ഗായന മഹാമൃത മഗ്ന ചിത്തഃ. അങ്ങയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും, അങ്ങയുടെ നാമമാണെങ്കിലും അങ്ങയുടെ രൂപമാണെങ്കിലും അങ്ങയുടെ മഹാത്മ്യങ്ങളാണെങ്കിലും ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല, എനിക്കൊന്നും വേണ്ട ഇവിടെ. അതുപോലെ എനിക്ക് പേടിയുമില്ല. പക്ഷേ എനിക്ക് ഒരേ ഒരു വിഷമമുള്ളത് മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്നാണ് പ്രഹ്ലാദ് പറയുന്നത്. സോ പ്രഹ്ലാദിൻ്റെ ഒരു കൺസേൺ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവനവൻ്റെ കാര്യത്തിന് അദ്ദേഹത്തിന് ടെൻഷനില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം 24 മണിക്കൂറും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം, പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ച വ്യക്തിയാണ്. ആ ഒരു അവസ്ഥയിലും അദ്ദേഹം മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ച് ഓർക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം. അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥ അതാണ്. എന്നിട്ടും അപ്പം നരസിംഹദേവൻ പറഞ്ഞു, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, എല്ലാവർക്കും ഉള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം, എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് നിൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും 21 ജനറേഷനിലെ എല്ലാവർക്കും മുക്തി കൊടുക്കുന്നു. ഹിരണ്യകശിപുവിനടക്കം എല്ലാവർക്കും 21 ജനറേഷൻ എല്ലാവർക്കും മുക്തി കൊടുക്കുന്നു നരസിംഹദേവൻ. കൂട്ടത്തിൽ പറഞ്ഞു, നിൻ്റെ ഈ ഒരു വിഷമം നിൻ്റെ ഒരു ആഗ്രഹം നീ പറഞ്ഞത്, അതായത് ശുദ്ധ ഭക്തരെ സേവിക്കാനുള്ള അവസരം അല്ലേ? പ്രഹ്ലാദനോട് പറഞ്ഞു, ഇനി നീയാണ് ഭരിക്കാൻ പോകുന്നത്, അച്ഛൻ്റെ സ്ഥാനത്തിൽ നീയാണ് ഭരിക്കാൻ പോകുന്നത്, നിനക്ക് ശുദ്ധഭക്തരെ സേവിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും, നിൻ്റെ ഗുരു നാരദമുനിയെ സേവിക്കാനും നിനക്ക് അവസരങ്ങൾ കിട്ടും. തഥാസ്തു, അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ലോകത്തുള്ള ആളുകളെക്കുറിച്ച് നീ ഓർത്ത് വിഷമിക്കുന്നു. കാര്യം അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഭൗതിക സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി നടക്കുന്നു. അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗവും ഞാൻ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നീ പേടിക്കണ്ട. അതായത് എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? പ്രഹ്ലാദ് മഹാരാജ്, ഭഗവാൻ നരസിംഹദേവനാണെങ്കിലും ഭഗവാൻ വിഷ്ണു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും ഇവരെല്ലാവരും പറയുന്ന ഒരേ ഒരു മാർഗമാണ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. മാർഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്നാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുക. എങ്ങനെയാണോ പ്രഹ്ലാദ് കേട്ടിരുന്നത്,
അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്നപ്പോൾ കൃഷ്ണകഥാമൃതം കേട്ടത് ഭഗവാനെക്കുറിച്ച് കേട്ട് 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 കേട്ടാണ് അദ്ദേഹം ഭക്തനായി മാറിയത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും. പിന്നെ പ്രഹ്ലാദ് നേരിട്ട് ഭഗവാനെ കണ്ടപ്പോഴും അതിന് മുമ്പുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഭഗവാനെ നാമം ജപിക്കുമായിരുന്നു, ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമം ജപിക്കുമായിരുന്നു. നേരിട്ട് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു പ്രാർത്ഥനകളിലൂടെ. സോ പ്രഹ്ലാദ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രഹ്ലാദിനോട് പറഞ്ഞു നരസിംഹദേവൻ, നീ എങ്ങനെയാണോ നീ ചെയ്യുന്നത് പോലെ ആരാണോ നിന്നെ പോലെ ഫോളോ ചെയ്യുന്നത് അവർക്കൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കും, അവർക്കൊക്കെ ഭഗവത് പ്രാപ്തി സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞു. സോ പ്രഹ്ലാദ് നമ്മുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആധ്യാത്മിക ഗുരുവിനെ പോലെയാണ് പ്രഹ്ലാദ്. കാര്യം അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കുറേ ക്വാളിറ്റീസ് പ്രഹ്ലാദിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സഹിഷ്ണുതയാണ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഭഗവത് നിശ്ചയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അതേപോലെ പൂർണ്ണമായിട്ടുള്ള ശരണാഗതി, ഏത് അവസ്ഥയിലും ഏത് സിറ്റുവേഷനിലും പൂർണ്ണമായിട്ടും ഭഗവാനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുക്കെ പിടിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ആ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടു പ്രഹ്ലാദിൽ. അതേപോലെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് ഒരു അനുകമ്പ തോന്നുവാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ വായിച്ച ശ്ലോകം, മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്ന കാര്യം അവരുടെ അവസ്ഥ കണ്ട്. അതുപോലെ ആദ്യം നമ്മൾ പ്രഹ്ലാദിനെ പോലെ ഫോളോ ചെയ്യുക. പ്രഹ്ലാദിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല, ഫോളോ ചെയ്യാൻ സാധിക്കും. അദ്ദേഹം ചെയ്യുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് 1% ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ അത് ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അനുകമ്പ മറ്റുള്ളവരോട് തോന്നുക എന്നുള്ളതും പ്രഹ്ലാദിലുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇതും നമുക്ക് പ്രഹ്ലാദിൽ നിന്ന് പഠിക്കാവുന്ന കാര്യമാണ്. പിന്നെ 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഭഗവാനെ കാണുന്നു പ്രഹ്ലാദ് ഓരോ തൂണിലും തുരുമ്പിലും കാണുന്നു. അതേപോലെ നമുക്കും ആ ഒരു ദൃഷ്ടിയാണ് നമുക്ക് വരേണ്ടത്. എല്ലാം ഭഗവാന്റെ അംശം. അത് നമുക്കറിയാം, നമ്മൾ ഓരോ എല്ലാവരും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും എല്ലാം ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഒരു അറിവ്. അതേപോലെ തന്നെ ഈ കാണുന്ന ഓരോ ചരാചരങ്ങളിലും ഭഗവാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം. എല്ലായിടത്തും ഭഗവാനുണ്ട്. നമ്മൾ ഈ ഒരു ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളതല്ല, എല്ലായിടത്തും ഭഗവാനെ കാണുക എന്ന് പറയുന്നത്. പക്ഷേ പ്രഹ്ലാദ് നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം. ഇത് ശുദ്ധഭക്തരാകുമ്പോൾ വരുന്ന ഒരു കാര്യമാണ്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി അല്ലേ? അതായത് ശുദ്ധഭക്തരായി കഴിഞ്ഞാൽ അവർ മൃഗങ്ങളെയും മനുഷ്യരെയും മനുഷ്യരെയും വേർതിരിച്ച് കാണില്ല. എല്ലാവരും ഭഗവാന്റെ അംശമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എല്ലാവരിലും ഭഗവാനെ കാണുന്നു. ഈ ഒരു കാര്യവും പ്രഹ്ലാദിൽ നിന്ന് നമുക്ക് പഠിക്കാം. പിന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് പ്രഹ്ലാദിന്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഒരുപാട് വലുതാണ്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനോട്, ശ്രീ നരസിംഹദേവനോട്. നരസിംഹദേവൻ വളരെ ദയാലുവായിട്ടുള്ള ഒരു ഭക്തനാണ്, ഒരു അവതാരമാണ്. പ്രഹ്ലാദാണെങ്കിൽ ശുദ്ധഭക്തനാണ്. അപ്പം നമ്മൾ എല്ലാവരും ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ദയാലുവായിട്ടുള്ള ശ്രീ നരസിംഹദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി. ശ്രീമദ് ഭാഗവതത്തിലെ 5ാമത്തെ സ്കന്ധത്തിലൊരു മനോഹരമായിട്ടുള്ള ശ്ലോകമുണ്ട്. 5ാമത്തെ സ്കന്ധത്തിലെ 18ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകം. അവിടെ ഇങ്ങനെയാണ് ശ്ലോകം: ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയൻ രന്ധയ തമോഗ്രസ ഓം സ്വാഹ അഭയം ആത്മനി ഭൂയിഷ്ഠ ഓം ക്ഷൂം. അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, നരസിംഹദേവനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എല്ലാ ശക്തികളുടെ ഉദ്ഭവം അങ്ങിൽ നിന്നാണ്, എല്ലാ ശക്തികളുടെയും സോഴ്സ് അങ്ങാണ്, അതായത് അങ്ങ് ശക്തിമാനാണ്. പിന്നെ അതേപോലെ തന്നെ അങ്ങയുടെ നഖങ്ങളും പല്ലുകളും അല്ലേ നമുക്കറിയാം. അങ്ങനെയുള്ള അദ്ദേഹത്തെ നഖം ഉപയോഗിച്ചാണ് ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അപ്പോൾ അതേപോലെ എൻ്റെ ഹൃദയത്തിലുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ, ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ള ആഗ്രഹങ്ങളൊക്കെ
അങ്ങയുടെ ആ കൈകൾ കൊണ്ട് എങ്ങനെയാണോ അങ്ങ് അസുരന്മാരെ നിഗ്രഹിച്ചത്, അതേപോലെ എൻ്റെ ഹൃദയത്തിലുള്ള അസുരന്മാരെ, നമ്മുടെ ഹൃദയത്തിലുള്ള അസുരന്മാരെന്താണ്? ഈ കാമക്രോധ ലോഭ മോഹ മത മത്സര അനർത്ഥങ്ങളൊക്കെ, ഈ അനർത്ഥങ്ങളെയൊക്കെ മാറ്റിത്തരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ ഭഗവാനെ, ഇന്നത്തെ ദിവസം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടണേ. എങ്ങനെയാണോ അങ്ങ് തൂണിൽ നിന്ന് പ്രഹ്ലാദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, അതേപോലെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെടണമേ. അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിന്നത്തെ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഭഗവാൻ നരസിംഹദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെല്ലാം നരസിംഹദേവൻ്റെ ആ കൈകൾ കൊണ്ട് നരസിംഹദേവൻ മാറ്റിത്തരട്ടെ. അതേപോലെ തന്നെ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കൂടുതൽ ശക്തി തരട്ടെ. ഭക്തിയിലുള്ള എല്ലാ ബാധകളും തടസ്സങ്ങളും മാറ്റിത്തരട്ടെ. നരസിംഹദേവൻ അത് മാറ്റിത്തരാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് നരസിംഹദേവനോട് ആത്മാർത്ഥപരമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ നരസിംഹദേവ് ഭഗവാൻ की जय, प्रहलाद महाराज की जय, श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, गौर प्रेमानंदे. थैंक यू. हरे कृष्ण. थैंक यू. हरे कृष्ण प्रभु जी. हरे कृष्णा प्रभु जी. थैंक यू प्रभु जी. Thank you. हरे कृष्णा प्रभु जी. थैंक यू. प्रणाम्स. हरे कृष्णा. Hare Krishna प्रभु जी. Thank you. हरे कृष्णा. प्रणाम. हरे कृष्ण प्रभु जी. थैंक यू. प्रणाम. हरे कृष्णा. हरे कृष्ण प्रभु. प्रणाम प्रभु. हरे कृष्णा. हरि बोल. हरे कृष्णा. प्रणाम. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. സോ ബാക്കി നമുക്ക് കഴിഞ്ഞ ഭഗവത്ഗീതയുടെ ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. हरे कृष्ण. സോ എല്ലാവരെയും നരസിംഹദേവൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्ण. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. വഞ്ചകൽപതരോപിശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭുപാദ കി ജയ. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. പ്രണാം.